നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബുദ്ധിയുള്ള പെണ്ണുങ്ങള് എങ്ങനെയെങ്കിലും ഇവരുടെ കുടുംബത്തോട്ട് കേറി പറ്റാനല്ലേ ശ്രമിക്കൂ. ഇതിപ്പോ പടി കയറി വന്ന മഹാലക്ഷ്മിയെ പുറങ്കാല് കൊണ്ട് തൊഴിക്കുന്ന സമീപനാ ദേവികയുടേത്. കുറെ നേരം ഞാൻ സഹിക്കുന്നു. ഈ വീട്ടില് വലിയ ബഹളം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നത്. കൊള്ളാലോ, പെട്ടെന്ന് ദേഷ്യം വന്നല്ലോ. നീ എന്തിനിങ്ങനെ ചൂടാവുന്നേ? കൂൾ കൂൾ ബേബി. നമുക്കിനി കല്യാണ വിഷയത്തിലേക്ക് വരാം. കല്യാണോ? ഞാനും താനും തമ്മിലുള്ള കല്യാണം നടക്കുന്നാണോ താൻ കരുതിയിരിക്കുന്നത്? തന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. താൻ ഒരിക്കലും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. അതിനുവേണ്ടി കഴുത്ത് നീട്ടി തരണമെങ്കിലേ ദേവിക മരിക്കണം. നിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടാൻ പോകുന്നേ. തീർന്നതാ നീ. നിന്നെ ഞാൻ എടുത്തോളാടി. അയാളെ കിട്ടിയില്ലല്ലേ സാറേ? അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. സാരമില്ല, അവനെ ഞങ്ങൾ പൊക്കും. ഇപ്പൊ തന്നെ ഞങ്ങൾ അവന്റെ പിന്നാലെ പോവാ. വിളിച്ച ഉടനെ കൂടെ വന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് സർ. അതൊന്നും വേണ്ട, ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ. ശരി, അവനെ പൊക്കിയിട്ട് വിളിക്കാം. വണ്ടി എടുക്കണോ? അഞ്ജന, എന്താ? അയാൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി അഭിയേട്ട. ഒന്നിനും മടിക്കാത്ത ദുഷ്ടനാവൻ. ഇവിടെ എല്ലാരും അവനെ കണ്ട് ഭയന്ന് നിൽക്കുമായിരുന്നു. അപ്പോഴെനിക്ക് അഭിയേട്ടനെ വിളിച്ച് പറയാൻ തോന്നിയത്. അഭിയേട്ടൻ പോലീസിനെ കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇവിടെ? ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ കാര്യം പോലീസ് നോക്കിക്കോളും. ഞാനിത് ഫോളോ അപ്പ് ചെയ്തോളാം. നിങ്ങൾ എല്ലാവരും സമാധാനത്തിരിക്കും. മോന് ബുദ്ധിമുട്ടായോ? ഏയ്, എന്തിന്? ഇനി ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഈ കുടുംബത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കേണ്ട ആളല്ലേ ഞാൻ. കണ്ടു കണ്ടു, എന്റെ അഭിമോന്റെ ആത്മാർത്ഥതയും കുടുംബസ്നേഹവും. ഇതിനാ പറയുന്നേ തറവാട്ടി പിറക്കണോന്ന്. അതുകൊണ്ടാ നമുക്കൊരു ആപത്ത് വന്നപ്പോ അഭിമോൻ ഉടനെ ചാടി പുറപ്പെട്ടു വന്നത്. ആ പൊന്നാരൻതോട്ടം കുടുംബത്തിൽ പിറന്നതിന്റെ ഗുണമാണേ. നല്ല തങ്കപ്പെട്ട കുടുംബക്കാരല്ലേ പൊന്നാരൻതോട്ടത്തുകാര്. എന്താ അവരുടെ ഒരു സ്നേഹം, എന്താ അവരുടെ ഒരു സഹകരണം. ഇങ്ങനെ ഒരു കുടുംബത്തിലേക്കുള്ള ആലോചനയാ
ഒന്നും ചിന്തിക്കാതെ ദേവിക വേണ്ടാന്ന് വെച്ചത്. ബുദ്ധിയുള്ള പെണ്ണുങ്ങള് എങ്ങനെയെങ്കിലും ഇവരുടെ കുടുംബത്തോട്ട് കേറി പറ്റാനല്ലേ ശ്രമിക്കൂ. ഇതിപ്പോ പടി കയറി വന്ന മഹാലക്ഷ്മിയെ പുറങ്കാല് കൊണ്ട് തൊഴിക്കുന്ന സമീപനാ ദേവികയുടേത്. അഞ്ജിതയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിങ്ങനെ പറയുന്നത്. അങ്ങനെ ആരും ഒരിക്കലും കരുതരുത്. ദേവികയുടെ ഭാവിക്ക് വേണ്ടി തന്നെയാ ഞാൻ ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ മാത്രം ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ മറ്റുള്ളവർക്കും തോന്നണ്ടേ അത്? ഋഷി, ഋഷി, അയ്യോ, ഋഷി, 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 എന്താ പറ്റി? ഋഷി, ചെറിയ സ്വാമി, ഋഷി, സ്വാമി, ചെറിയ എന്താ പറ്റിയത്? എന്താ പറ്റിയത് മോനെ? ഋഷി ശ്വാസം കിട്ടുന്നു തോന്നുന്നു. ഞാൻ സ്വാമി തൊളിച്ചോണ്ട് എന്താ എന്താ ഉണ്ടായത്? ഞാനൊന്ന് നോക്കട്ടെ. ഇത് ശ്വാസ തടസ്സമാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.